ജേർണൽ അക്കൗണ്ടിംഗ് ലെജർ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് എന്താണ് ഡീസെൻട്രലൈസേഷൻ, അതുമായി ബന്ധപ്പെട്ട് ഡീസെൻട്രലൈസ്ഡ് ഇമ്പോർട്ടൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് ഡീസെൻട്രലൈസേഷൻ ആവശ്യമുണ്ടോ ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആവശ്യമുണ്ട് എന്ന് തന്നെ നമുക്ക് ഒരു കൺക്ലൂഷനിൽ എത്തിപ്പെടാൻ പറ്റും. ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് അതിനായിട്ട് സപ്പോർട്ടിംഗ് പോയിന്റുകളാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻസ് ഓഫ് ഡീസെൻട്രലൈസേഷൻ ഇൻ ഓർഗനൈസേഷൻസ്. മെയിനായിട്ട് നമ്മൾ ഏകദേശം ഒരു 6 പോയിന്റാണ് ഡിസ്കസ് ചെയ്തത്. ഈ ഒരു 6 പോയിന്റിൽ നിന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം ഒരു ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ പോളിസി അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് കൊണ്ട് ബിസിനസ് സ്ഥാപനത്തിന്റെ ഗുണങ്ങൾ എന്താണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ബിസിനസ് സ്ഥാപനത്തിനകത്ത് ഏത് രീതിയിലാണ് ഇമ്പോർട്ടൻസ് ആയിട്ട് മാറുക എന്ന് ക്ലിയർ ആയിട്ട് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്ന ഒരു സംശയം എന്ന് പറയുന്നത് ഈ ഡീസെൻട്രലൈസേഷനും അതുപോലെ തന്നെ ഈ ഡെലിഗേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇവ രണ്ടും ഒന്നല്ലേ എന്ന് തോന്നാം അല്ലേ? നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് തോന്നിക്കാണാം എന്താണ് ഇത് രണ്ടും ഒരു പ്രോസസ് അല്ലേ, ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? തീർച്ചയായിട്ടും വ്യത്യാസമുണ്ട്. ആ ഒരു വ്യത്യാസമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. നമുക്ക് ഓൾറെഡി എന്താണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്താണെന്ന് ക്ലിയർ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ ഡീസെൻട്രലൈസേഷനും എന്താണെന്ന് ക്ലിയർ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഒരു ബേസിക് മീനിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ പറയുന്ന പോയിന്റുകൾ വെച്ചുകൊണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്. നമുക്ക് നോക്കാം, വൺ ബൈ വൺ ആയിട്ട് നോക്കാം. ദാറ്റ് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഡീസെൻട്രലൈസേഷൻ ആൻഡ് ഡെലിഗേഷൻ. എന്താണ് ഡെലിഗേഷൻ അല്ലെങ്കിൽ എന്താണ് ഡീസെൻട്രലൈസേഷൻ? ഇവ തമ്മിലുള്ള ഡിഫറൻസ് സാധാരണ പരീക്ഷ പേപ്പറിൽ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഇങ്ങനെ ഇത്തരം സിറ്റുവേഷൻസ് വരുമ്പോൾ, അതായത് ഡീസെൻട്രലൈസേഷനും ഡെലിഗേഷനും തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്താണ് ഡീസെൻട്രലൈസേഷൻ അതുപോലെ തന്നെ എന്താണ് ഡെലിഗേഷൻ എന്ന് 2 പോയിന്റ് എഴുതിയതിനു ശേഷം മാത്രമേ എന്തെഴുതാവൂ, ഈ ഡിഫറൻസുകൾ നമുക്ക് പരീക്ഷ പേപ്പറിൽ കോട്ട് ചെയ്യാവൂ. പിന്നെ അതുമായി ബന്ധപ്പെട്ട് ഡെലിഗേഷൻ എന്താണ് അല്ലെങ്കിൽ എന്താണ് ഡീസെൻട്രലൈസേഷൻ എന്താണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. അതുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ പോയിന്റ് ഞാനിവിടെ പറയുന്നത് എന്താണ്, it refers to the entrustment of the responsibility and authority from the one individual to another. ഇതിൽ എന്താ പറയുന്നത്, ഡെലിഗേഷനിൽ ക്ലിയർ ആയിട്ട് പറയണോ എന്താണ് റെസ്പോൺസിബിലിറ്റിയും അതോറിറ്റിയും എന്ത് ചെയ്യുന്നു, നമ്മൾ ടോപ്പ് ലെവലിൽ നിന്നും ബോട്ടം ലെവലിലേക്ക്, ദാറ്റ് ഈസ് ലോവർ ലെവലിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് അല്ലെങ്കിൽ കൊടുക്കുന്നതിനെയാണ്, അതായത് അതോറിറ്റി പവർ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡെലിഗേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ദെൻ ഡീസെൻട്രലൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഇറ്റ് റെഫേഴ്സ് ദ സിസ്റ്റമാറ്റിക് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ത്രൂ ഔട്ട് ദ ഓർഗനൈസേഷൻ. ഇവിടെ നമ്മൾ പറയുന്നത് സിസ്റ്റമാറ്റിക് അതോറിറ്റിയാണ്, സിസ്റ്റമാറ്റിക് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റിയാണ് പറയുന്നത്. ഏതാണ് മറ്റേതെന്ന് പറയുന്നത്, ഡെലിഗേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ വരുമ്പോൾ എന്ത് ചെയ്യുന്നു, ടോപ്പ് ലെവൽ മാനേജ്മെന്റിന് ലോവർ ലെവൽ മാനേജ്മെന്റിലോട്ട് എന്ത് ചെയ്യുന്നു, ഒരു വർക്കുകൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നു അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. എന്നാൽ നേരെ വെച്ച് ഡീസെൻട്രലൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ വർക്കുകൾ അല്ലെങ്കിൽ സിറ്റുവേഷൻ ഒന്നും വരണമെന്നില്ല, ഇത് അവരുടെ പോളിസിയാണ്. എന്താണ്, ഇത്ര വർക്ക് എന്തായാലും നമ്മൾ എന്ത് ചെയ്യണം, ടോപ്പ് ലെവലിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിരിക്കണം എന്ന് മുൻകൂട്ടി പ്ലാൻ ചെയ്ത ഒരു പോളിസി ആയിട്ടാണ് നമ്മൾ ഡീസെൻട്രലൈസേഷൻ പ്രോസസ്സിനെ കാണാൻ പറ്റുന്നത്. ഡെലിഗേഷൻ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ വരുമ്പോഴാണ് സാധാരണ എന്ത് ചെയ്യുന്നത്, ആ ഒരു പോയിന്റ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് പോയിന്റ് എന്താ ഇവിടെ പറഞ്ഞത്, ഇറ്റ് ഈസ് നാരോ കമ്പയർഡ് ടു ഡീസെൻട്രലൈസേഷൻ. ഡീസെൻട്രലൈസേഷനുമായി കമ്പയർ ചെയ്യുമ്പോൾ ഡെലിഗേഷൻ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു പ്രോസസ്സാണ്. ദാറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഡെലിഗേഷൻ. ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് ഡെലിഗേഷൻ എന്ന് പറയുന്ന പാർട്ടോട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പാർട്ടാണ്. അതൊരു പ്രത്യേക സിറ്റുവേഷൻ വരുമ്പോൾ മാത്രമാണ് അതെടുത്ത് യൂസ് ചെയ്യുന്നത്. എന്നാൽ നേരെ മറിച്ച് എന്താണ്, ഇറ്റ് ഈസ് എ വൈഡർ ടേം വിച്ച് ഇൻക്ലൂഡ് ഡെലിഗേഷൻ. ഇതൊരു വൈഡർ ടേമാണ്. ഇതെന്ന് പറയുന്നത് ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ ഒരു പ്രോസസ്സ് തന്നെയാണ്, ഓർഗനൈസേഷന്റെ ഒരു പോളിസിയാണ്. ആ പോളിസി ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, ഇതൊരു വൈഡർ ടേമാണ്. ഇത് ഓൾറെഡി എന്ത് ചെയ്യുന്നു, ഈ ഡെലിഗേഷൻ എന്ന് പറയുന്ന പാർട്ടും ഏതിൽ ഇൻക്ലൂഡഡ് ആണ്, ഈ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ ഇൻക്ലൂഡഡ് എന്നാണ് പറയുന്നത്. ദെൻ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കമ്പൽസറി, മറ്റേ ഇറ്റ് ഈസ് ഓപ്ഷണൽ ആണ്. ഇത് കമ്പൽസറി ആയിട്ട് എന്ത് ചെയ്യുന്നു, ഇത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഇത് സാധാരണ എന്ത് ചെയ്യണം, വർക്ക് എന്ത് ചെയ്യണം, ഡെലിഗേറ്റ് ചെയ്യണം. നിങ്ങൾ എന്തെങ്കിലും പർട്ടിക്കുലർ സിറ്റുവേഷൻ നിങ്ങൾക്കൊരു വർക്ക് തന്നു കഴിഞ്ഞാൽ ഈ ടോപ്പ് ലെവൽ മാനേജ്മെന്റിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരികയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂല എന്ന് തോന്നുന്ന സിറ്റുവേഷൻസ് വരുമ്പോൾ ഇവർ എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും ലോവർ ലെവലിലേക്ക് ഇത് പാസ് ചെയ്ത് കൊടുത്തിരിക്കണം. അത് കമ്പൽസറി ആണ്, ഉറപ്പായിട്ടും പാസ് ചെയ്ത് കൊടുക്കണം, തീർച്ചയായിട്ടും പാസ് ചെയ്ത് കൊടുത്തിരിക്കണം. കൊടുത്ത് ആ ഒരു പർട്ടിക്കുലർ വർക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അത് കമ്പൽസറി ആണ്. ഇവിടെ നേരെ മറിച്ച് ഓപ്ഷണൽ ആണ്. എന്താണ്, ഡീസെൻട്രലൈസേഷൻ മീൻസ് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് കംപ്ലീറ്റ് ചെയ്യണോ വേണമോ ഇല്ലത് ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള തീരുമാനം എടുക്കാൻ ലോവർ ലെവൽ മാനേജ്മെന്റിന് അധികാരമുണ്ട്. അവർക്ക് വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ എടുക്കാതിരിക്കാം. ഇവിടെ നേരെ കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ വർക്ക് ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിരിക്കണം എന്നാണ് പറഞ്ഞത്.
അടുത്തൊരു ഡിഫറൻസ് എന്താണ്? ഇറ്റ് ഈസ് എ പ്രോസസ്. ഇതൊരു പ്രോസസ് എന്നാണ് പറയുന്നത്. എന്നാൽ ഇതെന്താണ്? ഇറ്റ് ഈസ് എ റിസൾട്ട് ഓഫ് ദ പോളിസി ഓഫ് ദ ഓർഗനൈസേഷൻ. ഇത് ഓർഗനൈസേഷന്റെ ഒരു പോളിസിയാണ്. ഇതൊരു പ്രോസസ് ആണെങ്കിൽ ഇതൊരു പോളിസി എന്നാണ് പറഞ്ഞത്. എന്താണ് പോളിസിയും പ്രോസസ്സും തമ്മിലുള്ള വ്യത്യാസം? പ്രോസസ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. ഒരു പ്രത്യേക സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അത് മസ്റ്റായിട്ട് എന്ത് ചെയ്യണം? ഡു ചെയ്തിരിക്കണം, ഡൺ ചെയ്തിരിക്കണം, അത് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഇതൊരു ഓർഗനൈസേഷന്റെ പോളിസിയാണ്. ഒരു ഓർഗനൈസേഷന്റെ പോളിസി എന്ന് പറയുമ്പോൾ ഓൾറെഡി ഓർഗനൈസേഷൻ ഏത് ലെവലിലാണ് മുന്നോട്ട് പോകണം എന്ന് തീരുമാനം എടുക്കുമ്പോൾ ഈ ഒരു പാർട്ടും അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. അതായത് നമുക്ക് എത്രമാത്രം വർക്കുകളാണ് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത് എന്ന് മുൻകൂട്ടി ഒരു ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ ഒരു പ്ലാൻ, അതായത് ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ് എടുക്കുന്ന തീരുമാനത്തിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും ഈ ഒരു പർട്ടിക്കുലർ പ്രോസസ് എന്ന് പറയുന്നത്. ഇവിടെ നേരെ മറിച്ച് അങ്ങനെയല്ല. നേരത്തെ പറഞ്ഞതുപോലെയാണ്, ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ വരുമ്പോൾ ആ ഒരു സിറ്റുവേഷൻ എന്താണ് ഫേസ് ചെയ്യാൻ വേണ്ടിയും ടോപ്പ് ലെവൽ മാനേജ്മെന്റിലോട്ട് എന്തെങ്കിലും വർക്കുകൾ അസൈൻ ചെയ്ത് കൊടുക്കുകയും അവരെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് നേരെ തിരിച്ച് എടുക്കാൻ ശ്രമിക്കുകയാണ് ആ ഒരു പ്രോസസ്സിലൂടെ ചെയ്യുന്നത്. ഈ ഒരു അടുത്തൊരു ഡിഫറൻസ് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഇൻഡിവിജ്വലിസ്റ്റിക് ആണ്. ഇതെന്ന് പറയുന്നത് ടോട്ടാലിസ്റ്റിക് ആണ്. ഇതൊരു ഇൻഡിവിജ്വലിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ടോപ്പ് ലെവൽ മാനേജ്മെന്റ് തീരുമാനിക്കുകയാണ്, എൻ്റെ ഒരു വർക്ക് ഞാൻ ആ ഒരു ലോവർ ലെവൽ മാനേജറായ എന്ന വ്യക്തിക്ക് കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. അതോടെ അതായത് ആ ഒരു അതോറിറ്റിയും കാര്യങ്ങളെല്ലാം പാസ് ചെയ്ത് കൊടുക്കുകയും ലോവർ ലെവൽ മാനേജർ എന്ത് ചെയ്യും? അത് കംപ്ലീറ്റ് ചെയ്ത് തിരിച്ച് ഏൽപ്പിക്കുകയും ചെയ്യുന്നു. ഇത് ആ ഒരു രണ്ട് മാനേജർ അല്ലെങ്കിൽ രണ്ടുപേർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിലൂടെ ആയിരിക്കും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് അവിടെ തീരുന്നു. അത് എന്ത് ചെയ്യുന്നു? മറ്റുള്ള ഓർഗനൈസേഷൻ, എൻ്റെ ഓർഗനൈസേഷൻ ഒരു കാരണവശാലും അത് ബാധിക്കുന്നില്ല. നേരെ തിരിച്ച് എന്താണ്? അവരുടെ റെസ്പോൺസിബിലിറ്റി പാർട്ട് വരുമ്പോൾ ഓൾറെഡി ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളൊരു റിപ്പോർട്ട് മാത്രം കൊടുത്താൽ മതി. അത് ഏത് രീതിയിൽ കംപ്ലീറ്റ് ചെയ്തു, ആരെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ അവിടെ ഉദിക്കുന്നില്ല. ഇവിടെയാണെങ്കിൽ നേരെ തിരിച്ച് ഇറ്റ് ഈസ് എ ടോട്ടാലിസ്റ്റിക് ആണ്. ഇതെന്ന് പറയുന്നത് ഓർഗനൈസേഷനെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയാണ്. ഓൾറെഡി എന്ത് ചെയ്യുന്നു? ഡിസിഷൻ മേക്കിംഗ് എടുത്തു വെച്ചിരിക്കുകയാണ്. ഇത്ര വർക്കുകൾ എന്ത് ചെയ്യുന്നു? ഈ വ്യക്തിക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഈ ലോവർ ലെവലിലോട്ട് പാസ് ചെയ്ത് കൊടുക്കണം, ഫുൾ കൺട്രോൾ അവർക്ക് അസൈൻ ചെയ്ത് കൊടുക്കണം എന്ന് മുൻകൂട്ടി നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ടോട്ടാലിയാണ്. ഇതൊരു ഇൻഡിവിജ്വലിസ്റ്റിക് പ്രോസസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതിന്റെ അടുത്തൊരു ഡിഫറൻസ്, ലാസ്റ്റ് ഡിഫറൻസ് ഇവിടെ എന്താ? ഇറ്റ് റെഡ്യൂസ് ദ ബർഡൻ ഓഫ് മാനേജർ. ഇവിടെ എന്താണ് പറയുന്നത്? ഇറ്റ് ഇൻക്രീസ് ദ റോൾ ഓഫ് സബോർഡിനേറ്റ് ഇൻ ദ ഓർഗനൈസേഷൻ ബൈ ഗിവിംഗ് ദം മോർ ഓട്ടോണമി. ദാറ്റ് ഈസ് ഇവിടെ പറയുന്നത് എന്താണ്? മാനേജർക്കാണ് അതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി. ദാറ്റ് ഈസ് വർക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്താലും ആ ഒരു പർട്ടിക്കുലർ എംപ്ലോയി അത് കംപ്ലീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ആർക്ക് തന്നെയാണ്? ആ ടോപ്പ് മാനേജ്മെന്റിന് തന്നെയായിരിക്കും. ഇവിടെ നേരെ മറിച്ച് അങ്ങനെയല്ല. ഇവിടെ എന്ത് ചെയ്യുന്നു? സബോർഡിനേറ്റിന്റെ റോൾ ഇൻക്രീസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന വർക്കാണ്, അല്ലെങ്കിൽ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യമാണ് അവർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? സബോർഡിനേറ്റ് കെയർഫുൾ ആയിട്ട് ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കേണ്ട ഒരു ലെവലിലോട്ട് എത്തിപ്പെടുന്നത് കൊണ്ട് തന്നെ സബോർഡിനേറ്റിന്റെ റോൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവർക്ക് സ്വന്തമായിരുന്നു തീരുമാനമെടുത്ത് ആ ഒരു പർട്ടിക്കുലർ വർക്ക് കംപ്ലീറ്റ് ചെയ്യുക എന്ന് മാത്രമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നേരെ മറിച്ച് എങ്ങനെയാണ്? ഡെലിഗേഷൻ എന്ന് പറയുന്ന പ്രോസസ് ഉണ്ടെങ്കിൽ കൂടെ എന്ത് ചെയ്യുന്നു? അവിടെ എന്ത് ചെയ്യുന്നു? ആ ഒരു പർട്ടിക്കുലർ വർക്ക് കംപ്ലീറ്റ് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ ആ ഫുൾ 100% റെസ്പോൺസിബിലിറ്റിയും ആ ടോപ്പ് മാനേജ്മെന്റിന് തന്നെയായിരിക്കും. ആരാണോ അതോറിറ്റി പവർ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്ന ആ ഒരു വ്യക്തിയുടെ കയ്യിൽ തന്നെയായിരിക്കും ഇതിന്റെ ബർഡൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ ഈ എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഡെലിഗേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ ഒരു കുറച്ച് പോയിന്റിലൂടെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഒരു ക്ലാരിറ്റി ഉണ്ടായി കാണും അല്ലെ? എന്താണ് ഡെലിഗേഷൻ, അതുപോലെ തന്നെ എന്താണ് ഡീസെൻട്രലൈസേഷൻ. അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഇത് നമ്മളുടെ ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടാവില്ലെന്ന് പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഈ രണ്ട് പോയിന്റിലൂടെ ഞാൻ പറഞ്ഞതിലൂടെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി കാണും എന്താണ് ഡെലിഗേഷൻ അല്ലെങ്കിൽ എന്താണ് ഡീസെൻട്രലൈസേഷൻ എന്ന് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട എൻഡ് മൊഡ്യൂളാണ് ഇവിടെ നിന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പൊ നമുക്കൊന്ന് ഓവർവ്യൂ നോക്കേണ്ടതായിട്ട് വരും അല്ലെ? എന്തൊക്കെയാണ് നമ്മൾ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്ത് പഠിച്ചത്, അതിനെക്കുറിച്ചൊരു ഓവറോൾ ഐഡിയ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാക്കിയെടുക്കണം. സോ ആ കാര്യങ്ങളെല്ലാം നമ്മൾ അടുത്തൊരു വീഡിയോയിലൂടെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്.